ഈജിപ്ഷ്യൻ സിൽവർ ഫയോമി ഈജിപ്താണ് നാട്. പ്രധാനമായിട്ടും ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ് അവർ വളർത്തുന്നത്. മറ്റ് രാജ്യക്കാർ മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടി വളർത്തുന്നുണ്ട്. 4.5 മാസം കഴിഞ്ഞാൽ മുട്ടയിടാൻ തുടങ്ങും. വർഷം 150 മുതൽ 205 വരെ മുട്ടകൾ ലഭിക്കും. പിടക്കോഴിക്ക് 1,600, പൂവൻകോഴി 2 കിലോ വരെയാണ് തൂക്കം വരാറുള്ളത്. നമ്മുടെ നാടൻ കോഴി പോലെ തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള കോഴികളാണ്, നന്നായിട്ട് പറക്കും. അതുകൊണ്ട് തന്നെ മതിൽക്കെട്ടൊക്കെ നല്ല ഹൈറ്റ് ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല കൂട്ടിലൊക്കെ തുറന്നിട്ട് വളർത്തണമെങ്കിൽ നല്ലതാണ്. പ്രോട്ടീൻ കുറഞ്ഞ തീറ്റ കൊടുത്തും നമുക്ക് ഇവരെ വളർത്താവുന്നതാണ്. എന്തും കഴിക്കും. അതുകൊണ്ട് തന്നെ തീറ്റ ചെലവ് ഗണ്യമായിട്ട് കുറക്കാൻ സാധിക്കും. മനുഷ്യരുമായിട്ട് ഇണക്കം കുറവാണ് ഇവർ എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും നമ്മൾ തീറ്റ കൊടുത്ത് ചെറുപ്പം മുതലേ ഇണക്കി വളർത്തുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ ഇതുപോലൊക്കെ നമ്മുടെ തലയിലും കയ്യിലൊക്കെ വന്നിരിക്കും. നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. ഇണക്കി വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡ് തന്നെയാണ്. നമ്മുടെ നാടൻ കോഴി പോലെ പൊരുന്ന് കിടക്കൽ കുറവാണ്. നല്ല ആക്റ്റീവാണ് ഇവർ കേട്ടോ. നല്ലതായിട്ട് പറക്കുകയും നന്നായിട്ട് നമ്മളായിട്ട് ഇണങ്ങുന്നൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ട് ആസ്വദിക്കാനൊക്കെ നല്ല ഭംഗിയുള്ള കോഴിയാണ്. നമ്മൾ സാധാരണയായിട്ട് മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. നമ്മുടെ നാട്ടിൽ വർഷങ്ങളായിട്ട് ഇവരെ വളർത്തുന്നവരുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫയോമി കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പോൾ ഈ ഫയോമിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം.